കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് UDF മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. BJPയുടെ പിന്തുണ സ്വീകരിക്കില്ല. അശാസ്ത്രീയ വാർഡ് വിഭജനവും വോട്ടർ പട്ടിക തിരിമറിയും അതിജീവിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മികച്ച വിജയം നേടിയത്. കോർപ്പറേഷൻ ഭരണം UDFന് ലഭിക്കേണ്ടതായിരുന്നു. അതിനാൽ ഓരോ വീഴ്ചയും ഗൌരവത്തിൽ പരിശോധിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. അല്ല, മേയർ സ്ഥാനത്ത് ഈ UDF മത്സരിക്കും, അത് സംശയമില്ല. സ്വീകരിക്കില്ല, അത് ഉറപ്പ് സ്വീകരിക്കില്ല. അല്ല, ഞാൻ BJPയുടെ പിന്തുണ സ്വീകരിക്കില്ല. BJP-കാരനായി വരുന്ന ആളുടെ പിന്തുണ സ്വീകരിക്കില്ല. CPM-കാരനായി സ്വീകരിക്കാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം, 2 വോട്ടർ പട്ടിക കൃത്രിമങ്ങൾ, ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇത്രയും വിജയം നേടിയത്. നിങ്ങൾ നോക്കൂ, കൊമ്മേരിയും പൊക്കുന്നും തമ്മിലുള്ള വാർഡിൻ്റെ അതിരെന്താ ഒരു ഫ്ലെക്സ് ബോർഡാണ്. നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഇപ്പം പ്രീതിത്വമായ അതിരല്ല, ഈ 2 വാർഡുകൾ തമ്മിലുള്ള അതിൽ ഒരു ഫ്ലെക്സ് ബോർഡാണ്. പിന്നെ ചാലപ്പുറം ഡിവിഷൻ എന്താ ഉണ്ടായത്? മുഖദാറിൽ 13,000 വോട്ട്, ചാലപ്പുറത്ത് 4,000 വോട്ട്. ഇങ്ങനെയൊക്കെ ഇത്ര അശാസ്ത്രീയമായി ചെയ്തിട്ട് പോലും ഇത്രയും വിജയം നേടില്ലേ? ഇതിനപ്പുറത്തൊരു കാര്യം കൂടെ പറയാം. അതായത് ഏറ്റവും രസകരമായ സംഭവം, കരട് പട്ടികയിലുള്ള പലർക്കും അവസാന പട്ടികയിൽ വോട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ രാവിലത്തെ കൂടി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക് വിജയിച്ചവർ ഇരട്ട വോട്ട് പരിശോധിച്ചിട്ട് ഇലക്ഷൻ കേസിന് പോകും. അങ്ങനത്തെ 6 ഡിവിഷനുണ്ട്.